ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് ആഘോഷത്തെ കുറിച്ച് പറയുകയാണ്. ഷാഫിഈ മദ്ഹബിലെ രണ്ടാം ഷാഫിഈ എന്ന് അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇമാം ഷറഫുദ്ദീൻ നബവി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഉസ്താദായ ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. രേഖപ്പെടുത്തുന്നത് ഷാഫിഈ മദ്ഹബിലെ മുഫ്തി ഖാത്തിമുൽ മുഹഖിഖീൻ ഇബ്നു ഹജറിൻ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആണ്. അവിടുത്തെ അൽ ഫത്ഹുൽ മുബീൻ എന്ന കിതാബിലാണ് ഈ സംഭവം രേഖപ്പെടുത്തുന്നത്. എന്താണ് ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നത്? ശ്രദ്ധിച്ചു കേൾക്കണേ. ഖാലൽ ഇമാം അബൂ ശാമ ശൈഖുൽ മുസന്നഫ് റഹ്മഹുല്ലാഹു തആല, ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, വമൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിന മാ യഫ്അലു കുല്ല ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖി ലിയൗമി മൗലിദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല സുഹൃതമാണ്, ഏറ്റവും നല്ല പരിപാടിയാണ് മൗലിദ് ആഘോഷം. അഥവാ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച നടത്തുന്ന മൗലിദ് പരിപാടി. എന്തൊക്കെയാണ് അതിലുള്ളത്? മിന സ്വദഖാത്തി, സ്വദഖകളുണ്ട്. വൽ മഅറൂഫി, നല്ല കാര്യങ്ങൾ അതിലുണ്ട്, ഭക്ഷണ വിതരണമുണ്ട്. വഇൽഹാറു സീനത്തി, ഭംഗി വെളിവാക്കലുണ്ട്. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് വേണ്ടി തോരണം കെട്ടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് വേണ്ടി ലൈറ്റ് കത്തിക്കുക, അങ്ങനെയുള്ള നല്ല നല്ല ഭംഗി വെളിവാക്കൽ ഇതിലുണ്ട്. വസുറൂർ, സന്തോഷം വെളിവാക്കലുണ്ട് ഈ പരിപാടിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ആ ഒരു ദിനമാണല്ലോ. ആ ഒരു ദിനത്തിലുള്ള പരിപാടിയിൽ ഏറ്റവും വലിയ സന്തോഷമാണ് അതിലുള്ളത്. മാത്രമല്ല ഫഇന്ന ദാലിക മഅ മാ ഫീഹി മിനൽ ഇഹ്സാൻ ഇലൽ ഫുഖറാഇ മുസ്ഇറൻ ബിമഹബ്ബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ കാര്യങ്ങള് പാവങ്ങൾക്ക് നല്ലത് ചെയ്യലുണ്ട്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് വെളിപ്പെടുത്തലുണ്ട് ഈ പരിപാടിയിൽ. വതഅലീമിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കലുണ്ട്, ബഹുമാനിക്കലുണ്ട് ഈ പരിപാടിയിൽ. വജലാലതിഹി ഫീ ഖൽബി ഫാഇലി ദാലിക, ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നവരുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരവ്, മഹത്വം അവരുടെ മനസ്സിലുണ്ട് എന്ന്. വശുക്രില്ലാഹി തആല അലാ മാ മന്ന ബിഹി മിൻ ഈജാദി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദീ അർസലഹു റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് റഹ്മത്തായി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചു നൽകി, ഉദയം ചെയ്തു നൽകി എന്നതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നന്ദി പ്രകടനം അതിലുണ്ട്. അവസാനം ഇമാം ഇബ്നു ഹജറിൻ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വൽ ഹാസിൽ, മൊത്തത്തിലൊന്ന് പറയട്ടെ, അന്ന ബിദ്അത്തുൻ ഹസന മുത്തഫഖുൻ അലാ നദ്ബിഹാ. ഇതൊക്കെ എന്താണ്? ബിദ്അത്തുൻ ഹസനയാണ്, എന്ന് വെച്ചാൽ സുന്നത്തായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ മൗലിദ് പരിപാടി അത് സുന്നത്തായ കാര്യമാണ്. ഒന്ന് ഓർത്തു നോക്കി. ഇബ്നു ഹജർ തങ്ങൾ ആരാ? ഷാഫിഈ മദ്ഹബിലെ മുഫ്തിയാണ്, അവസാനത്തെ ഉറപ്പുള്ള പണ്ഡിതൻ, ഖാത്തിമുൽ മുഹഖിഖീൻ. ആ ഇബ്നു ഹജർ തങ്ങളാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബ് അർബഊന ഹദീസൻ എന്ന കിതാബിന്റെ ശറഹിലാണ് ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നത്. അള്ളാഹിന്റെ ഹബീബിന്റെ ജന്മദിനം നാം എല്ലാവരും സന്തോഷിക്കണം, അവിടുത്തെ മൗലിദ് ഓതണം. അതെല്ലാം അവിടുത്തെ നന്ദി കാണിക്കലാണ്.